ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ ഫേഷ്യലൊക്കെ ചെയ്യാൻ വേണ്ടി കല്യാണമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖമൊക്കെ ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടി ബ്യൂട്ടി പാർലറിലേക്ക് വന്നിരിക്കുകയാണ്. കൂടെ ബാലണ്ണനും ഉണ്ട്. അങ്ങനെ രണ്ടുപേരും അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ബൈജു എത്തുകയാണ്. അങ്ങനെ മുഖത്തൊക്കെ ഓരോന്ന് വാരി തേച്ചിരിക്കണ കാണുമ്പോൾ ബൈജു പറയുന്നുണ്ട്, നാണമില്ലല്ലോ മനുഷ്യൻ നിങ്ങൾക്ക്, രണ്ട് വിവാഹം കഴിഞ്ഞപ്പോൾ ഒരു മൂന്നാമത്തെ വിവാഹമല്ലേ കഴിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ നിർത്തട എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ ബൈജുവിനെ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ അതൊക്കെ മായ്ച്ച് കളഞ്ഞ് പ്രകാശൻ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ കാണിക്കുന്നത് രാഹുലിനെയാണ്. രാഹുൽ മനോഹരനോട് പറയുന്നുണ്ട്, നിനക്ക് 1 കോടി രൂപയാണ് എൻ്റെ പെങ്ങളോട് ഞാൻ ചോദിച്ചിട്ടുള്ളത്, 1 കോടി അത് നീ തന്നു കഴിഞ്ഞാൽ നീ എൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് പോകില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ 2 കോടി ചോദിച്ചിട്ട് അതിൽ നിന്ന് 1 കോടി സ്വന്തമാക്കാനുള്ള പരിപാടിയിലാണ് രാഹുല്. അതിനുശേഷം കാണിക്കുന്നത് ബൈജു ഈ കാര്യം വന്ന് എല്ലാവരോടും അറിയിക്കുകയാണ്. അതായത് ദീപയോടും കല്യാണിയോടും കിരണിനോടും പറയുന്നുണ്ട് പ്രകാശ് ഇങ്ങനെ ബ്യൂട്ടി പാർലർ വന്ന കാര്യം. അപ്പൊ ആ സമയത്ത് അവരൊക്കെ പറയണം, നാണില്ലല്ലോ അയാൾക്ക് എന്ന് ദീപ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാകാത്തത് വേറൊരു കാര്യമാണ്, മകൻ ഒരു ജീവിതമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്, അതേ സമയത്ത് അയാൾ അടുത്ത മൂന്നാമതൊരു പെണ്ണ് കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്, നാണമില്ലല്ലോ ഇങ്ങനെ ഒരു ജന്മങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പ്രകാശനെ എല്ലാവരും ചേർന്ന് വട്ടട്ടിരുന്ന് കുറ്റം പറയുന്ന ഒരു ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.